ക്വീൻസ്വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബോട്ടിൽ ആർട്ടാണ്. നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ഞാനിവിടെ ഒരു ബോട്ടിൽ ബേസ് കോട്ട് അടിച്ചിട്ടുണ്ട്. ഈ ഡിസൈൻ ബേസ് കോട്ട് ഇല്ലാതെയും ചെയ്യാം. ഞാനിവിടെ 3 തവണയായിട്ടാണ് വാൾ പെയിൻ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ജെസ്സോയും യൂസ് ചെയ്യാം. ഫാബ്രിക് പെയിൻറ്റും അക്രിലിക് പെയിൻറ്റും ഈ മെത്തേഡിൽ അത്ര നല്ലതല്ല. പിന്നെ നെക്സ്റ്റ് ഞാൻ മാസ്കിംഗ് ടേപ്പ്, ഇതുപോലത്തെ മാസ്കിംഗ് ടേപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിതിൽ വീതി കൂടിയ മാസ്കിംഗ് ടേപ്പും പിന്നെ ഒരു സെറാമിക് പ്ലേറ്റ്. ഈ മാസ്കിംഗ് ടേപ്പ് സെറാമിക് പ്ലേറ്റിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ സെറാമിക് പ്ലേറ്റിന് പകരം നമുക്കൊരു കട്ടി കൂടിയ പ്ലാസ്റ്റിക് ഷീറ്റും ഉപയോഗിക്കാം. ഇതിനെ പിന്നീട് നമുക്ക് ഈ പ്ലേറ്റിൽ നിന്ന് ഇളക്കിയെടുക്കണം. അതിനാണ് ഞാൻ ഈ പ്ലേറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ടേപ്പിനെ ആവശ്യമുള്ള വീതിയിൽ മുറിച്ചെടുക്കാം. ഹോം മെയ്ഡ് ജെസ്സോൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഇങ്ങനെ നമ്മൾ അളന്ന ഈ മാസ്കിംഗ് ടേപ്പ് ഈ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ഈ മാസ്കിംഗ് ടേപ്പ് നമുക്ക് ബോട്ടിൽ നല്ല നീറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പരമാവധി നല്ല നീറ്റായിട്ട് ഒട്ടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഈ മാസ്കിംഗ് ടേപ്പ് ശരിയായി ഒട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് പെയിൻറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കുക. ബോട്ടിൽ ഫുള്ളായിട്ട് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ പീസ് ഉപയോഗിച്ച് ഞാൻ ഉള്ളിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ ഫാബ്രിക് കാസലിൻ്റെ ഈ ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഒരു വീതി കുറഞ്ഞ ബ്രഷ് ഉപയോഗിച്ച് ഈ ബോട്ടിലിൽ ഞാൻ പല കളേഴ്സ് അപ്ലൈ ചെയ്യാണ്. ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് എടുക്കാം. ഞാൻ എല്ലാ കളറും 2 തവണയായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു തവണ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും അതിൻ്റെ മുകളിൽ ഒന്നും കൂടിയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 തവണ കളർ ചെയ്ത് നീറ്റാക്കി എടുക്കുന്നുണ്ട്. ബോട്ടിൽ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ കളേഴ്സ് എല്ലാം നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് മാസ്കിംഗ് ടേപ്പ് മാറ്റിയെടുക്കാം. മാസ്കിംഗ് ടേപ്പ് കൈ കൊണ്ട് കിട്ടിയില്ലെങ്കിൽ ഈ ഒരു കത്തി വെച്ച് നമുക്കതിനെ പതുക്കെ വിടിച്ചു കൊടുക്കാം. പിന്നെ ശ്രദ്ധിച്ച് മാസ്കിംഗ് ടേപ്പ് ഊരുക. ചെറുതായിട്ടൊന്ന് എൻ്റെ പെയിൻ്റ് ഒന്ന് ഇളകി പോന്നിട്ടുണ്ട്. മാസ്കിംഗ് ടേപ്പ് ഊരിയെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സാവധാനം ഊരിയെടുത്താൽ മതി. നമുക്ക് ഇതുപോലെ പെയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊന്ന് റീടച്ച് ചെയ്തെടുത്താൽ മതി. ഫസ്റ്റ് ബോട്ടിലിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇത് നമുക്കിനി വാർണിഷ് അടിച്ച് ഫിനിഷ് ചെയ്യാം. അടുത്ത ബോട്ടിലും ഈ സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഇതിൽ ബ്ലാക്ക് കളർ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ മാസ്കിംഗ് ടേപ്പിൻ്റെ വീതിയും കുറച്ച് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഈ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തത് സ്പോഞ്ച് ഉപയോഗിച്ച്, സ്പോഞ്ച് ബ്രഷിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അടുത്തത് ഞാനൊരു ബോട്ടിലെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ തന്നെ ബേസ് കോട്ട് അടിച്ചിട്ടുണ്ട്. വാൾ പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജെസ്സോയും യൂസ് ചെയ്യാം. പിന്നെ ഈ ബോട്ടിൽ ഞാൻ നേരത്തെ മാസ്കിംഗ് ടേപ്പ് ഞാൻ
ഒട്ടിച്ചെടുത്ത പോലെ പ്ലേറ്റിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് പിന്നെ 1.5 സെൻറ്റിമീറ്റർ നീളം വീതിയിൽ ഒരു സ്ക്വയറാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഞാനിങ്ങനെ ഒന്നിടവിട്ട് ഈ ബോട്ടിൽ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ രീതിയിലല്ലെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ബോട്ടിൽ ഈ അളവുകൾ അടയാളപ്പെടുത്തി നമുക്ക് പെയിൻറ്റ് ചെയ്യാവുന്നതുള്ളൂ. ഞാൻ മാസ്കിംഗ് ടേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തെന്ന് മാത്രം. ഈ മാസ്കിംഗ് ടേപ്പ് നമുക്ക് ബോട്ടിൽ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിച്ച് കഴിഞ്ഞ് ഞാൻ ബ്രഷ് ഉപയോഗിച്ചാണ് ഇതിൽ കളർ ചെയ്ത് കൊടുക്കുന്നത്. ഈ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച ഭാഗം വൈറ്റും ഒട്ടിക്കാത്ത ഭാഗത്ത് ബ്ലാക്ക് കളറുമാണ് ചെയ്ത് കൊടുക്കുന്നത്. ബോട്ടിൽ മുഴുവനായിട്ട് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഡിസൈനിലും ഒന്നിടവിട്ട് മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കാത്ത സ്ഥലത്ത് മുഴുവനായിട്ട് ബ്ലാക്ക് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഇതും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ്. നമുക്കിവിടെ പല കളേഴ്സും യൂസ് ചെയ്യാൻ. ഞാനിവിടെ ബ്ലാക്ക് എടുത്തെന്ന് മാത്രം. അങ്ങനെ ബോട്ടിൽ ഫുള്ളായിട്ട് നമുക്ക് കളർ ചെയ്യാം. ബോട്ടിൽ ഫുള്ളായിട്ട് കളർ ചെയ്തു. ഈ കളർ നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് മാസ്കിംഗ് ടേപ്പ് മാറ്റി കൊടുക്കാം. മാസ്കിംഗ് ടേപ്പ് എടുക്കുമ്പോൾ പതുക്കെ ശ്രദ്ധിച്ച് മാറ്റുക. ചെറിയ പാച്ചസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് നമുക്ക് വാർണിഷ് അടിച്ച് ബോട്ടിൽ വർക്ക് അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.